ഹായ്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോ അത് പർദീസ ചിക്കൻ എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇനി ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിൽ എങ്ങനെയാണ് പർദീസ ചിക്കൻ റെഡിയാക്കുന്നത്, അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പർദീസ ചിക്കൻ്റെ ടേസ്റ്റ് ശരിയാകണമെങ്കിൽ തന്നെ മസാലകൾ തൊട്ട് ചിക്കൻ വരെ കൃത്യമായി സെലക്ട് ചെയ്യണം. അതിനായി ഞങ്ങൾ ഷെഫിനെയും കൂട്ടി ബെർക്കൻ എസ്റ്റോയിലാണ് പോയത്. ഷെഫിൻ്റെ കൈപുണ്യം പോലെ തന്നെ ഷോപ്പിങ്ങിലും അദ്ദേഹത്തിൻ്റെ കൃത്യത സമ്മതിക്കണം. എല്ലാം പെട്ടെന്ന് തന്നെ വാങ്ങി ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇനി നമുക്ക് പർദീസ ചിക്കൻ്റെ മെയിൻ പരിപാടി തുടങ്ങാം. ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മസാല അകത്തേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കനിലേക്ക് ചെറിയ വരകളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡറും ചേർക്കാം. ഇതിൻ്റെ കൂടെ എരിവിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ക്യുമിൻ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1.5 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ടെർമറിക് പൗഡറും കൂടി നമുക്ക് ചേർക്കാം. പിന്നെ നമ്മുടെ ഷെഫിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മസാലയുണ്ട്, അത് 1/2 ടീസ്പൂണും അതിൻ്റെ കൂടെ കുറച്ച് മന്തി മസാലയും രുചി കൂടാൻ വേണ്ടിയിട്ട് 2 മാഗി ക്യൂബ്സും കൂടി നമുക്ക് പൊടിച്ച് ചേർക്കാം. അവസാനമായി ഇതിലേക്ക് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്താൽ നമ്മുടെ പർദീസ ചിക്കൻ്റെ മസാലക്കൂട്ട് ശരിയായി. ഇനി നമ്മുടെ മസാലക്കൂട്ടിലേക്ക് കുറച്ച് പച്ചക്കറികൾ കൂടി വേണം. അതിനായി 3 ക്യാപ്സിക്കം, 2 തക്കാളി, 1 വലിയ സവാള, പിന്നെ നല്ല മണത്തിന് വേണ്ടി കുറച്ച് മല്ലിയിലയും എടുത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പർദീസ ചിക്കന് വേണ്ടി തയ്യാറാക്കി വെച്ച മസാലകളെല്ലാം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, തക്കാളി, സവാള, പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് ഇതിലേക്ക് ആവശ്യമായ ഓയിലും സോൾട്ടും ചേർത്ത് മിക്സ് ചെയ്യുക. ഈ മസാലയും പച്ചക്കറികളും കൂടി ചേർന്ന് നല്ലൊരു മണം ഇപ്പം തന്നെ വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ നേരത്തെ വരയിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായി ചേർക്കുകയാണ്. ഇനി ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല കൃത്യമായി പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ പർദീസ ചിക്കൻ്റെ ആ ഒരു ഒറിജിനൽ രുചി നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, പക്ഷേ പെട്ടെന്നുണ്ടാക്കി കഴിഞ്ഞാൽ ആ രുചി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായി ഇറങ്ങാൻ വേണ്ടി ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇനി പാത്രം നന്നായി ചൂടാക്കി അതിലേക്ക് നമ്മുടെ മാറിനേറ്റ് ചെയ്ത ചിക്കനും ആ മസാലക്കൂട്ടും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഓരോ സൈഡും നമ്മൾ സ്ലോ കുക്ക് ചെയ്ത് വേണം എടുക്കാൻ. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഫുൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇത് തിരിച്ചിടുമ്പോഴും മറിച്ചിടുമ്പോഴും എല്ലാം നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ സ്ലോ കുക്ക് ചെയ്യുമ്പോൾ ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടും പുറം ഭാഗം നല്ലപോലെ മൊരിഞ്ഞും കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു പ്രത്യേക ക്രീമി ടെക്സ്ചർ കൂടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ ക്രീം കൂടി ചേരുമ്പോൾ ചിക്കൻ്റെ ആ മസാലയൊക്കെ ഒന്നുകൂടി തിക്കായി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാവും. ഇത് ഒന്ന് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പർദീസ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും ഭംഗിയും ഒക്കെ ആയിട്ട് സംഭവം പൊളിച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഹാളിൽ എല്ലാവരും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആകാംക്ഷയായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നമ്മുടെ നേരെ നമുക്ക് ഹോളിലോട്ട് കൊണ്ടുപോയിട്ട് അവരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം.